പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ചെറിയതായ ഒരു പോസ്റ്ററെങ്കിലും സ്വന്തമായി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി പ്രിൻ്റ് എടുക്കണമെന്ന്. അതിന് വളരെ സുഖകരമായ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത്. ഇത്തരം നല്ല വീഡിയോസുകൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിത ചുറ്റുപാടിൽ പലപ്പോഴും നമുക്ക് ചില നിസ്സാരമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കിട്ടാൻ പല DTP സെൻറ്ററുകളിലും നാം പോയി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് വരാറുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സമയങ്ങളും നഷ്ടമാവാറുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് സിമ്പിളായി DTP എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത്. ആദ്യമായി നാം മലയാളം എഡിറ്റർ എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. മലയാളം ഇമേജ് എഡിറ്റർ. ആ ഇമേജ് എഡിറ്ററിൽ പോയാൽ അതിൻ്റെ അടിഭാഗത്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കാണാം പ്രസ് ബട്ടൺ. ആ പ്രസ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത് എന്നത് നാം സെലക്ട് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ വീതിയിൽ ചെറിയ രൂപത്തിലുള്ളത് കിട്ടും. അതിൽ നമുക്ക് എഴുതാനുള്ളത് ചെറിയ സിമ്പിളായ വർക്കുകളാണ് ഇന്ന് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകമായി നാം എല്ലായിടങ്ങളിലും കാണുന്ന ഒന്നാണ് മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. നമുക്ക് അത് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നത് പഠിക്കാം. മാസ്ക് ധരിക്കുക നാം ടൈപ്പ് ചെയ്തു. അത് ഓക്കെ ഡൗൺ അടിച്ചപ്പോൾ മേൽഭാഗത്ത് ഉള്ള സ്വിച്ച് അടിച്ചപ്പോൾ മാസ്ക് ധരിക്കുമെന്ന് വലുതായി കിട്ടി. അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ആ ചെറിയ ബട്ടൺ നീക്കിയാൽ നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കും. അല്ലെങ്കിൽ സൈസ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഇതിലുള്ള ഈ ഓപ്ഷനിൽ പോയാലും നമുക്ക് വലിച്ചു നീട്ടാൻ കഴിയും. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോണ്ട് എന്ന സ്ഥലത്ത് പോയി നമുക്കിഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. കണ്ട, ഇനി നമുക്കത് ബാക്ക്ഗ്രൗണ്ട് കളറ് വെള്ളയായി കിടക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം കൂടെ ടൈപ്പ് ചെയ്യണം. അകലം പാലിക്കുക. ടൈപ്പ് ചെയ്തു. അത് അതിൻ്റെ അടിഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. കടകളാകുമ്പോൾ ഇങ്ങനെയുള്ള 2-3 ഡിസൈൻ മാറ്റി ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അത് നമ്മൾ സൈസ് സ്ട്രോക്ക് ഓപ്ഷനിൽ പോയി വലുതാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി കിട്ടണം. അത് നാം ചെയ്യേണ്ടത് സൈഡിലുള്ള ഓപ്ഷനിൽ പോയി ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ എടുത്തിട്ട് മേലെ യൂസ് സോളിഡ് കളർ എന്നെടുത്തിട്ട് ബ്ലാക്ക് ഓക്കെ ചെയ്താൽ ചെയ്യുക. ശേഷം ഓപ്ഷൻ ബാറിൽ പോയി കളർ ടൈപ്പ് ചെയ്ത് വൈറ്റ് കളർ കൊടുക്കുക. അതോടുകൂടെ നാം ഉദ്ദേശിച്ച രൂപത്തിൽ വന്നു. വീണ്ടും നാം ടൈപ്പ് ചെയ്യുന്നു. സാനിറ്റൈസർ ഉപയോഗിക്കുക. കണ്ട, നേരത്തെ നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തുകൊണ്ടാണ് 8th സെലക്ട് ആയി വന്നത്. അത് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. കണ്ട, ഇനി നമുക്ക് ആവശ്യമായ വലിപ്പം ഓവറാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് സൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്നുകൂടെ ചെറുതാക്കി കൊടുത്താൽ കണ്ട, ഇങ്ങനെ നമുക്ക് ചെറിയ രൂപത്തിൽ ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ഫയല് നാം
PDF-ലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇമേജ് ഫയലായി നമുക്ക് വേണ്ട പ്രിൻ്ററിലേക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ DTP പ്രിൻ്റ് എടുക്കുന്നിടത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ അത് പ്രിൻ്റ് എടുത്ത് തരും. നമുക്കൊരുപാട് പണം ലാഭിക്കാനും സാധിക്കും.